ഈ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നാണ്ട് ചിക്കനൊക്കെ മേടിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ നമ്മുടെ കടയിൽ കയറിയിട്ട്, അതായത് നമ്മുടെ സ്വന്തം കട, വീട്ടിലൊരു പലചരക്കട ഉണ്ട് അച്ഛന് കേട്ടോ, അവിടുന്ന് കുറച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് അങ്ങ് കറി ഉണ്ടാക്കാൻ തുടങ്ങി. ഏട്ടനെ ഞാൻ ചിക്കൻ കഴുകാൻ ഏൽപ്പിച്ചു. ദൈവമേ, ഇതൊന്നും ഞാൻ ഗന്ധർവ സിനിമയിലെ പൂച്ചയോ? അങ്ങനെ താണ്ട് നമ്മൾ ചിക്കൻ കഴുകാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ പൂച്ച സാറന്മാരെല്ലാം ഹാജർ വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ കഴുകുന്ന കാര്യത്തിലല്ല പേടി. ഇതാ കണ്ടോ, ഇതേ കണക്ക് പൂച്ചയ്ക്കെല്ലാം വാരിയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു വക കറി വെക്കാൻ കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ സാധനത്തിന് പേടിപ്പിച്ചൊന്നും കൊടുക്കല്ലെന്ന് പറഞ്ഞ് നിർത്തി. അങ്ങനെ അറിഞ്ഞും പറഞ്ഞും പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കായിരുന്നു. ഈ പൂച്ച സാർ കണ്ടോ, ഭയങ്കര ടെററല്ലേ, ഒരു സിംഹ ലുക്കാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ വീണ്ടും പൂച്ചയ്ക്ക് ചറവറ ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴക്ക് പറഞ്ഞു, മനുഷ്യ എനിക്ക് കറി വെക്കാനുള്ള സാധനമല്ല നിങ്ങൾ പറക്കിയിട്ട്. അങ്ങനെ വേണ്ടേട്ട ചിക്കൻ എല്ലാം എനിക്ക് കഴുകി തന്നു. ഇനി അതിന് വേണ്ട സാധനം എല്ലാം സെറ്റാക്കാം. കുറച്ച് തേങ്ങത്തിലുള്ള തേങ്ങ, പച്ചമുളക്, തക്കാളി, ഇന്ന് രാത്രിയിൽ കൊച്ചുള്ളി ഒന്നും പൊളിക്കാൻ വേണ്ടിയിട്ട് 4-5 സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത്